വിശേഷം? ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തമ്പനയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് അച്ഛനും അമ്മയൊക്കെ വരുന്ന ദിവസമാണ്. ദേ നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങാറായില്ലേ. അപ്പോൾ അച്ഛനും അമ്മയും വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് അച്ഛനും അമ്മയും ഗീതും ജയനും എല്ലാവരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് എല്ലാവരും എന്തായാലും മിത്തുക്കുട്ടിക്ക് ഒരു 1 വീക്ക് വെക്കേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ എന്താണ് 10th ഒക്കെയാണ്. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ പ്രീ ബോർഡ് എക്സാമും നടക്കണൊക്കെ സമയമായിരിക്കും. അപ്പോൾ പിന്നെ വരലും ഇങ്ങോട്ട് പോവലും ഒന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ഇപ്രാവശ്യമല്ലേ അതിനുള്ളൊരു അവസരമൊക്കെ ഉള്ളത് വിചാരിച്ച് എല്ലാവരും വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നിപ്പം മിത്തുക്കുട്ടിക്കും രംഷേട്ടനും ഓഫീസും സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് അച്ഛനും അമ്മയും ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് വെള്ളിയാഴ്ച. അപ്പോൾ അവരൊരു ഉച്ചയ്ക്ക് മംഗളയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഇവർക്ക് എന്തായാലും 2 പേർക്കും ഓഫീസും സ്കൂളും ഒഴിവാക്കാൻ പറ്റാത്ത കാരണം മിത്തുക്കുട്ടിക്ക് അവസാനത്തെ ടൈം ആയതുകൊണ്ട് എക്സാംസൊക്കെ നടക്കുകയാണ്. അപ്പം ഞാൻ അതിനുള്ള പ്രിപ്പറേഷനാണ്. ആദ്യം അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് പിന്നെ ബാക്കി അച്ഛനും അമ്മയ്ക്കുള്ളതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. രാവിലെ എണീക്കാൻ തന്നെ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഇന്ന് അവർക്ക് കുറച്ച് എളുപ്പപ്പണി ആവാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും ഉച്ചയ്ക്ക് വേറെ ലഞ്ച് ഉണ്ടാക്കണം. സാധാരണ ഇങ്ങനെ അവർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ലഞ്ച് ഉണ്ടാവാറ്. പക്ഷേ ഇന്നിപ്പോൾ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട കാരണം ഞാൻ ജസ്റ്റ് ഒരു ചപ്പാത്തിയും അതേപോലെ തന്നെ മുട്ട റോസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലോണം ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ളൊരു മുട്ട റോസ്റ്റും ഇതാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം മിത്ത് എന്തായാലും ഇന്ന് പോകണത് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ്. രമേശേട്ടൻ എന്താ വെച്ചാൽ അവരെ പിക്ക് ചെയ്യാൻ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് കേട്ടോ. കാരണം അത്യാവശ്യമായിട്ട് ഓഫീസിൽ എന്തായാലും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ രമേശേട്ടനും മിത്തുക്കുട്ടിയൊക്കെ പോയപ്പോൾ ഞാൻ ഓടിപ്പോയിട്ടൊന്ന് ജിമ്മിൽ പോയി വന്നു. ഒന്ന് ജസ്റ്റ് ഒരു 40 മിനിറ്റ്സ് ആ ഒരു ശീലം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് പോയി വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ അവരെങ്ങനെയല്ല ഒരു 12:45 ആകുമ്പോഴേക്കും എത്തേണ്ടതാണ് പൻവേൽ. അപ്പോൾ ചിലപ്പോൾ 1 മണി ഒരു 10 മിനിറ്റിൻ്റെ ലേറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ഒരു 1:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പം ഞാൻ ഇന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം. ചെറിയൊരു ക്ലീനിങ് പരിപാടിയുണ്ട്. ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. സ്പെഷ്യലായിട്ട് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ ഫ്രഷ് ഹോമിൽ നിന്ന് ഓൾറെഡി വാങ്ങിച്ചത് ആ വിനീഗർ ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കശ്മീരി പുലാവും ചിക്കൻ ചുക്കയാണ്. അതിപ്പോൾ എന്താ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരാൻ കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാനത് ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അതിനേക്കാളും കുറച്ചും കൂടെ ഈസിയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും ഫേവറേറ്റ് ആണ് കശ്മീരി പുലാവ്. അമ്മയാണ് ഈ ഒരു കശ്മീരി പുലാവ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം കഴിച്ചിട്ടുള്ളത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനോ പാർട്ടിയൊക്കെ വരുമ്പോൾ. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് എവിടെ നിന്ന് ആ റെസിപ്പി കിട്ടിയെന്നൊന്നും അറിയില്ല കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ കശ്മീരിൽ പോയിട്ടാണ് ആ ഒരു ഒത്തൻറ്റിക് കശ്മീരി പുലാവ് കഴിച്ചത്. അത് ഏകദേശം അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു സാഫ്രൻ്റെ ആ ഒരു ഒറിജിനൽ സാഫ്രൻ്റെ ഫ്ലേവറും അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ബസ്മതി റൈസിൻ്റെ ഒരു ഫ്ലേവറിൻ്റെയും ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഇപ്പോൾ കുറേ ആയി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത് അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് അച്ഛനും 2 പേർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വെച്ചിരുന്നാൽ അത് ഉണ്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊമോഗ്രാനൈറ്റിൻ്റെ റൈത്തി ഉണ്ടാക്കാം, ചിക്കൻ ചുക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കിലോ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക്. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ഓണിയൻസ് ആണ്. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ എണ്ണയിൽ നന്നായി വറുത്ത് കോരാം. പിന്നെ ഒരു തക്കാളി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഏകദേശം ഒരു കൈക്കണക്കാണ്. പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ ഫെനൽ സീഡ്സ് ഇല്ലേ പെരുംജീരകത്തിൻ്റെ പൊടി അത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് 1 മണിക്കൂർ മിനിമം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ തലേദിവസമൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് ഞാൻ അവിടെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി പുലാവ് ഇത് ശരിക്കും നമുക്ക് എന്താ പറയുക ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഈ ഒരു കാശ്മീരി പുലാവ്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഡിഷിൻ്റെ കൂടെ നമുക്കൊരു പുലാവും കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതൊരുവിധം എല്ലാവർക്കും ഇഷ്ടമാവും. ഭയങ്കര ലൈറ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ്. ഇതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആ ഒരു ഫ്ലേവർ കറക്റ്റ് നല്ല ടേസ്റ്റുള്ള ബസ്മതി റൈസ് ഇതൊക്കെ നമുക്ക് വേണം. അപ്പം ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പാകെ കുറച്ച് പേരല്ലേ ഉള്ളൂ. പക്ഷേ എന്നാലും രമേശേട്ടനും മിത്തുക്കുട്ടിക്കും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് രാത്രിക്ക്. അപ്പോൾ അത് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ ആ ബസ്മതി റൈസ് ഒന്ന് അവിടെ സോക്ക് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ ബാക്കിയുള്ള വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കനും ഇവിടെ ഒന്ന് മാരിനേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, ആക്ച്വലി ചിക്കൻ ചുക്ക ഭയങ്കര എളുപ്പമാണ്. നമുക്ക് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഈവൻ പുലാവ് ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി വിഭവമാണ്. ഈവൻ ടിഫിനൊക്കെ ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 2 3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുക. വെരി ഈസി, ഓൾറെഡി മാരിനേറ്റ് ചെയ്ത കാരണം പിന്നെ അതിലേക്ക് സെപ്പറേറ്റ് സാധനങ്ങളൊന്നും തന്നെ ഇടണ്ട. എന്നിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ അടച്ച് വയ്ക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഒരു ഇത്തിരി വേവുമല്ലോ. ഒരുപാട് അങ്ങനെ വെള്ളത്തോടെ വേവിക്കരുത്, ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അതവിടെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് കശ്മീരി പുലാവ്, ഇതിന് നെയ്യ് തന്നെ വേണം, നല്ലോണം നെയ്യ് വേണം കേട്ടോ കശ്മീരി പുലാവിൽ. പിന്നെ അതിലേക്ക് നല്ലോണം അണ്ടിപ്പരിപ്പ് വേണം, അതേപോലെ തന്നെ ബദാം വറുത്തെടുത്തിട്ടുണ്ട്, നല്ലോണം റേസിൻസ്, അതായത് മുന്തിരിങ്ങ, ഉണക്കമുന്തിരി വറുത്തെടുക്കുക. അങ്ങനത്തെ കുറേ സാധനങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രയും ടേസ്റ്റാണ്. അതിനുശേഷം പിന്നെയും കുറച്ച് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, നമ്മുടെ ബിരിയാണി മസാലയുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊഴിക്കുക. എന്നിട്ട് ഈ ബസ്മതി റൈസ് ഒരു അരമണിക്കൂറായി അത് സോക്ക് ചെയ്തിട്ട് അത് ഒന്ന് ഇതാക്കിയിട്ട് നന്നായി നെയ്യിൽ വഴറ്റുക. എന്നിട്ട് ഒരു കപ്പിന് ഒരു 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അതൊന്ന്, അതിലേക്ക് ഞാനൊരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, സാഫ്രൺ, കുങ്കുമം പാലിൽ മിക്സ് ചെയ്തിട്ട്. അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. കാശ്മീരിൽ അറിയാലോ, അവരുടെ കുങ്കുമമാണ് മെയിൻ, അതുകൊണ്ട് അത് ഇടാൻ മറക്കരുത് കേട്ടോ. അന്നേരം കൊണ്ട് നമ്മുടെ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ വന്ന് പിന്നെ തുറന്ന് വെച്ച് നല്ലോണം ഇങ്ങനെ വഴറ്റി ഓൾമോസ്റ്റ് ഫ്രൈ ചെയ്ത പോലെ ഇങ്ങനെ എന്താ പറയുക, റോസ്റ്റ് ചെയ്യില്ലേ അതുപോലെ എടുക്കുക. അധികമൊന്നും വെള്ളം ഉണ്ടാവില്ല, ബാക്കി എണ്ണയിൽ ഇങ്ങനെ തുറന്ന് വെച്ച് ഇങ്ങനെ വറ്റിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ചിക്കനിൽ ഫുൾ മസാല ഉണ്ടാവും. ഇതൊരു കറി പോലെ പറ്റില്ല, നല്ല സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പുലാവിൻ്റെ കൂടെയൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരി ഏകദേശം 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച ഒരു 10 മിനിറ്റിലൊക്കെ നമ്മുടെ റൈസ് റെഡിയാവും. ഈ സാഫ്രൺ കുറച്ച് പാലിൽ വേണം, അപ്പോഴാണ് അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ. ഞാൻ കശ്മീരിൽ നിന്ന് അന്ന് വാങ്ങിച്ച സാഫ്രനാണ്, അതിപ്പോഴും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറേ കാലം ഇരിക്കും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ആ വന്ന ഉടനെ യൂസ് ചെയ്ത ഒരു ഇത് ഇല്ല, കുറച്ചൊരു കളർ കിട്ടിയിട്ടില്ല. പിന്നെ നല്ല ഫ്രൈഡ് ഓണിയൻസും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, പിന്നെ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അറിയാം, ഇതിൽ നിറയെ പൊമോഗ്രാനേറ്റും അതേപോലെ തന്നെ പൈനാപ്പിളും ഇടും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കൂളി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും ഇതേ എത്തി. എനിക്കും പോകാൻ പറ്റിയില്ല, കാരണം മിത്തുകുട്ടിക്ക് സ്കൂളുള്ളതുകൊണ്ട് അവരെ കൊണ്ടുവരാൻ വരണം. അപ്പോൾ അവർ പിന്നെ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് എന്തായാലും ഓട്ടോയിൽ വന്നോളും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പൻവേലിൽ നിന്ന് ഇതേ നമ്മുടെ വീട്ടിലേക്ക് എത്തി. എൻ്റെ കുളി ജസ്റ്റ് ഇതാ ഫുൾ കഴിഞ്ഞ് ഓടി വരുമ്പോഴേക്കും, കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് ഇത് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. അത് കഴിഞ്ഞ് ഉടനെ ഭക്ഷണം കഴിക്കായിരുന്നു, വേറെ ഒന്നിനും സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ ഓടി മിത്തുക്കുട്ടീനെ കൊണ്ടുവരാൻ. മിത്തുക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നു. കറക്റ്റ് എല്ലാം കട്ട് ടൈമായിരുന്നു. അവരൊരു 1:45 അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും മിത്തുവിനെ കൊണ്ടുവരാറായി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോവാണ്. മിത്തുക്കുട്ടി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മുത്തശ്ശനെ കണ്ട് സന്തോഷം. അത് കഴിഞ്ഞ് വന്ന് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ രംഷേട്ടൻ വരുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ അൺപാക്ക് ചെയ്യണത്. കാരണം ഉച്ചയ്ക്ക് 3-3:30 പിന്നെ മിത്തുകുട്ടി വന്നതോടുകൂടി പിന്നെ എല്ലാവർക്കും എന്താ പറയുക, ഞാനാണെങ്കിലും രാവിലെ നേരത്തെ എണീറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി. അപ്പോഴേക്കും ഒരു 6-6:30 ആയപ്പോഴേക്കും രംഷേട്ടൻ ഇന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നു കേട്ടോ. മീൻസ് നോർമൽ ടൈമിൽ തന്നെയാണ് വന്നത്, പക്ഷേ എന്നാലും കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ അൺപാക്കിങ്. ഞാനാണെങ്കിൽ അവിടെ ഫുൾ പരത്തി വെച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അധികം വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം അധികം സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേക്കറിയും സാധനങ്ങളൊന്നും അധികം കൊണ്ടുവരരുതെന്ന്. വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. എൻ്റെ 21 ഡേയ്സ് ചലഞ്ച് എന്തായോ എന്തോ ഈ ഒരു ചലഞ്ച്. മുട്ട ബിസ്ക്കറ്റ്, ഹോം മെയ്ഡ് മിക്സ്ചർ, ഹോം മെയ്ഡ് ലഡു, കോഴിയുടെ നമ്മുടെ അവിടെ കിട്ടുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, കോഴി ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ പുട്ടുപൊടി, നൂൽപുട്ടുപൊടിയും ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ പറയും. കാരണം അതേപോലെ കുരുമുളക്, പുളിങ്ങ, ഇത് രണ്ടും വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഞാൻ എപ്പോഴും കുരുമുളകായാലും ഇതും യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും എല്ലാ കൊല്ലം ഒരു കൊല്ലത്തേക്കുള്ളത് എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരിക. പുട്ടുപൊടി, നൂൽപുട്ടുപൊടിയൊക്കെ ഒരുപാട് പേരുള്ളത് കൊണ്ട് പിന്നെ നാട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്നതാണ് ചെയ്യണത്. എന്തായാലും നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ഏറ്റവും എന്താ പറയുക സംഭവം എന്ന് പറയുന്നത്, നാളികേരം വരെ വറുത്തരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ലഡു ഹോം മെയ്ഡാണ്. നാളികേരം ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിലുണ്ടായ പയർ, വീട്ടിലുണ്ടായ കാന്താരിമുളക്, കൂർക്ക, പഴം, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈശ്വര പോകുമ്പോഴേക്കും എന്താകുമോ എന്താ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ ഭയങ്കര സങ്കടം. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അമ്പലത്തിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ചെത്തി. പിന്നെ നെക്സ്റ്റ് ഡേ അച്ഛനും അമ്മയും ഡെയിലി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ കുറേ അസുഖങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി എക്സസൈസ് ചെയ്തുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ആ ഒരു ഇത് മുടക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഗീതും ജയനും എല്ലാവരും എത്തിയിട്ടോ. ഇനിയാണ് ഫുൾ വൈബ് ഓൺ എന്ന് പറയില്ല, ഫുൾ മോഡ് ഓൺ എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നെക്സ്റ്റ് ഡേ ബാംഗ്ലൂരിൽ നിന്നും, ഇവർ പിന്നെ നാട്ടിൽ നിന്നാണല്ലോ വന്നത്.
അങ്ങനെ. അപ്പോൾ എന്തായാലും നിക്കി കുട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുണ്ടെങ്കിൽ തന്നെ പിന്നെ വീട്ടിലൊരു ഒച്ചയനക്കുവാണല്ലേ. ഇവരും രാവിലെ നേരത്തെ 3 മണിക്ക് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം ബാംഗ്ലൂരിൽ നിന്ന് 9 മണിയാകുമ്പോഴേക്കും മുംബൈയിലെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ പോകുന്ന കാരണം എല്ലാവരും ടയേർഡാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ആലു പൊറാട്ട ആൻഡ് ദഹിയാണ്. ഇവർക്ക് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇതേ എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറയാം. ഇതൊക്കെയല്ലേ രസമല്ലേ. സത്യം പറഞ്ഞാൽ ഒക്ടോബറിൽ അമ്മയുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നത്. പക്ഷെ അന്ന് ശരിക്കും ബർത്ത്ഡേയുടെ തിരക്ക് കാരണം ഇങ്ങനെയൊന്നും ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ മുംബൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ എത്തുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറ്. നാട്ടിലൊരിക്കലും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുമിച്ച് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഓരോ വീട്ടിലേക്ക് പോയിട്ടും അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ മുംബൈക്ക് വരണം അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഇത്തക്കുട്ടിയുടെ വയലിനായിട്ടുള്ള അപശ്രുതിയുടെ അവസ്ഥയാണ് ആ കാണുന്നത്. ആർക്കും വയലിനൊന്നും വായിക്കാറില്ല. അപ്പോൾ രമേശേട്ടൻ വന്ന ഉടനെ തന്നെ നിക്കി കൂട്ടിനെ പോയിട്ട് മുടി വെട്ടിച്ചു കേട്ടോ. അവരവിടെ മുടി വെട്ടാൻ സമ്മതിക്കാതിരിക്കായിരുന്നു. പക്ഷേ എന്തോ രമേശേട്ടന് ഭയങ്കര കാര്യമായിട്ടോ. നിക്കിക്ക് വലിയച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അത്ര വലിയ പിടുത്തല്ല, അതെന്താണെന്ന് അറിയില്ല. രമേശേട്ടൻ ആ താളത്തിലൊക്കെ അനുസരിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് മുടി വെട്ടിയിട്ടുണ്ട്. ബാക്കിൽ ഒരു കൊറിയൻ സ്റ്റൈലൊക്കെ മുടി വെട്ടി. അത് കഴിഞ്ഞ് ഇവരൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആയി. കാരണം രാവിലെ നേരത്തെ 3 മണിക്ക് പോകുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്, നെക്സ്റ്റ് ഡേ ഓഫീസൊന്നുമില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഏറ്റവും ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ മിറർ സെൽഫി എടുക്കാൻ എനിക്കറിയില്ല കേട്ടോ. അതിനിങ്ങനെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് ചുമ്മാ ഞങ്ങളിങ്ങനെ നടന്ന് ഫസ്റ്റ് തന്നെ അച്ഛൻ്റെ കണ്ണട വാങ്ങാനുണ്ടായിരുന്നു. അച്ഛൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കണ്ണട ഇവിടെ വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അത് നോക്കുകയാണ്. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് വരുന്നില്ല. ഞങ്ങൾ പിന്നെ അറിയാമല്ലോ, ഇത്രയും ഒരു 10 പേര് കൂടെ ഒരുമിച്ച് ഒരാൾക്ക് കണ്ണട വാങ്ങാനാണ് പോയത്. പിന്നെ ആ കണ്ണടയുടെ ഒരു ഷോപ്പ് കയറിയാൽ നമുക്കൊക്കെയുള്ള സ്വഭാവമാണല്ലേ, എല്ലാ ഇതും വെച്ച് നോക്കുക. കണ്ണട വെക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈശ്വര ഇതുവരെ കണ്ണട വെക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ പറയാം, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനത്തെ നല്ല നല്ല ഗൂഗിൾസൊക്കെ നോക്കി ഇങ്ങനെ നടക്കരുത്. നല്ല സ്റ്റൈലില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റീൽസൊക്കെ എടുത്താലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കരുത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചു. അങ്ങനെ ഞാനും അമ്മയും ഗീതും കൂടെ നമ്മൾ അന്ന് പോയ എക്സിബിഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് എക്സിബിഷന് പോകാം, ഇവിടെ അടിപൊളിയുണ്ട്, അവരവിടെ കണ്ണട നോക്കട്ടെ, നമ്മൾ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ സാരിയും ഇതൊക്കെ നോക്കാൻ വന്നു. അങ്ങനെ ഗീതു ഒരു എന്ത് സാരിയാണ്, ബഗൽപുരിയോ എന്തോ എനിക്ക് ഓർമ്മയില്ല, ആ സാരിയൊക്കെ എടുത്ത് ഞങ്ങളിതാ തിരിച്ചു പോകുന്നു. ഇവിടെ കാർണിവലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ എന്താണ്, ഇങ്ങോട്ട് അവർ വരുന്നത് തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. അവരുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡുകൾ. അതായത് പ്രശാന്ത് കോർണറും ചേതക്കിലൊക്കെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സേവ് പൂരി, പാനിപ്പൂരി ഇതൊക്കെ ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് ഗീതും ജയനൊക്കെ. അപ്പോൾ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്ത് ഇന്നിപ്പോൾ ഓൾറെഡി ഫുഡൊക്കെ വീട്ടിലുള്ള കാരണം കാര്യമായിട്ട് അങ്ങനെ ഡിന്നർ പോലെ ഒന്നും ഓർഡർ ചെയ്തില്ല. എല്ലാവരും മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദഹി പൂരിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിത്ത് കുട്ടിക്ക് സേവ് പൂരി, പിന്നെ വാട്ടർമെലൺ ജ്യൂസ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. പിന്നെ ഗീതുവിൻ്റെ ഫേവറേറ്റ് ആണ് രസഗുള. അതും ഇവിടുത്തെ രസഗുള, ഇവിടുത്തെ മീൻസ് മുംബൈയിലുള്ള രസഗുള ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളന്ന് ജയ്പൂർ പോയപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഈ പറഞ്ഞ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. അതാണ് ഇനി ഞങ്ങളുടെ അടുത്ത 10 ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത്. എവിടേക്കെങ്കിലും ട്രിപ്പ് പോകണോ എന്നൊക്കെ പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന് കഴിഞ്ഞ വർഷം ഇത് തന്നെ ഉണ്ടായത്. ട്രിപ്പൊന്നും പോകാൻ എവിടെയും ഫുൾ ബുക്ക്ഡ് ആയിരുന്നു. 3 മാസം മുന്നേക്ക് ബുക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലവും ഫുള്ള് ബുക്ക്ഡൊക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. വീട്ടിൽ വന്നതായി നമ്മൾ ഊണോ കാട് സ്കൈയോ കളിക്കുക, ഇതൊക്കെയാണ് പരിപാടി. ബാക്കി എന്താണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പാട്ടിൻ്റെ ലിറിക്സ് നോക്കി ഇതുപോലെ പാടാൻ നോക്കിയതാണ്. മനുഷ്യനൊന്നും കിട്ടുന്നില്ല. അവസാനം വിചാരിച്ച് ഇംഗ്ലീഷ് പാട്ടായതുകൊണ്ടാണ് ഇത് നേരം പോലെ വേണ്ട, ഞങ്ങളുടെ മലയാളം പാട്ട് വയ്ക്കുന്ന പറഞ്ഞ അവസ്ഥയാണ്. അപ്പം മനസ്സിലായി ലിറിക്സിൻ്റെ എല്ലാ പാട്ട് പാടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമാണെന്നുള്ളത്. ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടി കേട്ടോ. തനി കച്ചറയാണ്.
എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ വൈബ്. ഞാനൊരു ഭ്രാന്തിയെ പോലെ ആയോ എന്നുള്ളതാണ് ജയന് ഞാൻ അറിയാതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. എന്താണ് ചേച്ചി ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ കളിയാക്കിയായിരുന്നു കേട്ടോ. ഞാൻ പാട്ട് പാടുകയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി കൂടുന്നത് തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ ട്രിപ്പ് പോകണം എന്നൊക്കെ പറഞ്ഞാലും ട്രിപ്പ് പോയില്ലെങ്കിലും സ്ഥലം കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ എൻജോയ് ചെയ്യുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു രസം. അച്ചപ്പുറത്തിരുന്ന് അച്ഛൻ്റെ വക പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. തൽക്കാലം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിനേക്കാൾ കഷ്ടമാണ്